അപ്പം മച്ചന്മാരെ എല്ലാവർക്കും ധാരാവി ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് തമ്പനയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണാൻ നമ്മൾ കാളിയൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം മച്ചന്മാരെ ആദ്യത്തെ 2 വീഡിയോസ് സദാമിൻ്റെ വീഡിയോ ആയാലും അതുപോലത്തെ വീഡിയോ ആയാലും നല്ല റെസ്പോൺസ് കിട്ടി. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ ഇതൊരു പാട്ട് പോലെ ചെയ്ത് നമ്മൾ ബോംബെ വരെ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൂടെ ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ കൊമ്പൻ ഫാൻസ് ആയിട്ടുള്ള ചെങ്ങനെയെല്ലാം ഈ വീഡിയോ ഷെയർ കൊടുത്തേക്കുക. അപ്പം മച്ചന്മാരെ, നമ്മുടെ കാളിയൻ കൊമ്പൻ കുടുംബത്തിലെ 2ാമത്തെ പുത്രൻ അധോലോകത്തിന് തൊട്ടു പുറകെ വന്ന ഒരു എന്താ പറയുക ചെല്ലുനിറം പൂരപ്പറമ്പാക്കുന്ന ഒരു അടാറ് മുതൽ. അപ്പം മച്ചന്മാരെ, നമ്മുടെ ദീപിച്ചേട്ടൻ അങ്ങനെ അധോലോകം എന്ന ആ ഒരു വലിയ വിജയത്തിന് ശേഷം ആദ്യമായിട്ട് ദീപിച്ചേട്ടൻ ഒരു ചേസ് എടുത്ത് പ്രകാശിൽ കൊണ്ടുപോയി ബോഡി കെട്ടി ഒരു സെഡോൺ ബോഡിയിൽ ഇറക്കിയ വണ്ടിയാണ് കാളിയൻ. മച്ചന്മാരെ, non-BC ബോഡി കോഡിൽ ഇറങ്ങിയ കാളിയൻ ബോഡി കോഡിലേക്ക്, അതായത് റൗണ്ട് ഹെഡ്ലൈറ്റിൽ നിന്നും ചൈനീസ് ഹെഡ് ലാമ്പിലേക്ക് അതിനുശേഷം മാറ്റുകയുണ്ടായി. പിന്നെ മച്ചന്മാരെ, നമ്മുടെ കാളിയൻ്റെ സാരഥിയായി മിന്നൽ ഉണ്ണിച്ചേട്ടനും കൂടെ വന്നപ്പോഴത്തും നമ്മുടെ കാളിയൻ പവറായെന്ന് തന്നെ പറയാം. മിന്നൽ ഉണ്ണിച്ചേട്ടൻ ഒരുപാട് ആരാധകരുണ്ട്. ഉണ്ണിച്ചേട്ടൻ പ്ലസ് കാളിയൻ കോംബോ ഭയങ്കര ഹിറ്റാണ്. കാളിയൻ ഇറങ്ങിയ ശേഷം നല്ലോണം ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഓടി അത്യാവശ്യം നല്ല പേര് പ്രശസ്തി കാര്യങ്ങളൊക്കെ ആയി ചെല്ലുന്നിടമെല്ലാം ആൾക്കാരുടെ മനസ്സിലെല്ലാം ഇടം നേടി. അനിയൻ കാളിയനും കൂടെ സപ്പോർട്ടായിട്ട് വീണ്ടും ഒരു അനിയൻ നമ്മുടെ ധാരാവിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ യോദ്ധാവായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ കാളിയൻ കൊണ്ട് അപ്ഡേഷനൊക്കെ നടത്തി നല്ലൊരു കിടക്കാച്ചി ഗ്രാഫിലേക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ലോഗോ തന്നെ വെച്ചിട്ട് ചെറിയൊരു ഗ്രാഫായിരുന്നു. എങ്കിൽ 2ാമത് അപ്ഡേഷൻ ചെയ്തപ്പോഴും ആ ലോഗോ മാറ്റാതെ ആ ലോഗോ വെച്ച് തന്നെ, കൊമ്പൻ്റെ ലോഗോ വെച്ച് തന്നെ ഏറ്റവും നല്ലൊരു ഗ്രാഫ് സെറ്റാക്കി നമ്മുടെ കാളിയനിൽ ആ വണ്ടിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഗ്രാഫായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര നല്ല ഗ്രാഫിക്സിലാണ് ആ വണ്ടി ഇറങ്ങിയത്. പിന്നെ മച്ചന്മാരെ, നമ്മുടെ കാളിയൻ വർക്ക് എടുത്തിട്ടുള്ളത് മെയിനായിട്ട് സെലക്ടറി കോഡീസിൽ നിന്നാണ്. പിന്നെ മച്ചന്മാരെ, നമ്മുടെ കാളിയനി കൊണ്ടുള്ള വലിയൊരു അപ്ഡേഷനാണ് 2020 ന്യൂ കൺസെപ്റ്റ് 4K ഓവർഹെഡ് വീഡിയോ സ്ക്രീനിങ് കമ്പൈൻഡ് വിത്ത് UV ഫ്ലൂറസെൻ്റ് ആർട്ട് ആൻറ്റി പിക്സൽ ആർട്ട്. ധാരാവി ക്രിയേഷൻസ്. അതിനുശേഷം നല്ല വർക്കുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊമ്പൻ്റെ വണ്ടി നല്ല സെറ്റായിട്ട് ട്രിപ്പും കാര്യങ്ങളെല്ലാം എടുത്തു. ആദ്യം താമസിക്കാതെ തന്നെ നമ്മുടെ കൊറോണ കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ വണ്ടികളെല്ലാം ഷെഡിൽ കയറി. പിന്നീട് G-ഫോമിലും കാര്യങ്ങളിലും ആയിരുന്ന കാളിയൻ ട്രിപ്പുകൾ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ കിടന്ന് കുറേ സമയം അങ്ങനെ ഷെഡിൽ തന്നെ വണ്ടി കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറേ പ്രശ്നങ്ങളും കാരണങ്ങളെല്ലാം എല്ലാ വണ്ടികളും നമ്മൾ ഷെഡിൽ കയറ്റി ഇടേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഓരോരോ വണ്ടികളായി കർണാടക രജിസ്ട്രേഷൻ ആക്കിയപ്പോഴും എന്താ പറയുക, നമ്മളിപ്പം കാളിയൻ കർണാടക രജിസ്ട്രേഷനായി ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ച സമയത്താണ് നമ്മുടെ കാളിയൻ സെയിലായി പോകുന്നത്. അത് എന്താ പറയുക, കൊമ്പൻ ഫാൻസിനൊന്നും താങ്ങാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയായിരുന്നു. എനിക്ക് പേഴ്സണലി കൊമ്പനിൽ ഏറ്റവും ഇഷ്ടമുള്ളത് കാളിയനായിരുന്നു. കാരണം ഞാൻ ഒരു തവണ കാളിയൻ നേരിട്ട് കണ്ടത് കൊണ്ടായിരിക്കണം എനിക്ക് കുറച്ചുകൂടി ആ വണ്ടിയൊരു സ്നേഹം കൂടി ആയിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ പറയുക, ആ വണ്ടിക്ക് ഒരു പ്രത്യേക കഴിവാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ആ പേരായാലും ആ ഒരു കളർ കോമ്പിനേഷൻ ആയാലും എല്ലാം കൊണ്ടും കൊമ്പൻ എന്ന് പറയുമ്പം കാളിയനിൽ അതിന് വലിയൊരു കൊമ്പൻ എന്ന ബ്രാൻഡിൽ കാളിയൻ ഭയങ്കര ഒരു എന്താ പറയുക ഒരു സംഭവമായിരുന്നു. അവിടുന്ന് സെയിലായി. കൊമ്പൻ്റെ കയ്യിൽ നിന്ന് വണ്ടി സെയിലായ ശേഷം നേരെ നജാത്തിൻ്റെ കയ്യിലേക്ക് വന്ന് വിൻസ് ഖലീഫ എന്ന പേരിൽ അവിടെ ഒരു പുതിയൊരു തുടക്കമായിരുന്നു. അവിടുന്ന് പുതിയ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് വണ്ടി ഓടി. അവിടുന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിൻസ് ഖലീഫ ഫാത്തിമാസ് ഹോളിഡേയ്സ് എന്ന ടീമിലേക്ക് വിൽക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഫാത്തിമാസ് ഹോളിഡേയ്സിനെ വണ്ടി എത്തിയ ശേഷം ഞാൻ കാളിയൻ കണ്ടു. പക്ഷേ അന്നേരം എനിക്ക് വീണ്ടും കൂടുതൽ സങ്കടമാകാണ് ചെയ്തത്. കാരണം അങ്ങനെ ഒരു ഇതിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യമല്ല. അങ്ങനെ കണ്ടപ്പോൾ കുറച്ചും കൂടെ എനിക്ക് വിഷമമായി. അതിനുശേഷമാണ് നമ്മുടെ വണ്ടി അപ്പെക്സിലേക്ക് സെയിലാകുന്നത്. അപ്പെക്സിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എന്താ പറയുക, വണ്ടി കൂടുതൽ അകന്നു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം ഓരോ വണ്ടികൾക്കാരും സോൾഡ് ഔട്ട് പോസ്റ്റ് ഇടുമ്പോൾ വീണ്ടും കൊമ്പൻ എടുക്കുക എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. വീണ്ടും അവിടുന്ന് സെയിലായി. ഇപ്പം നമ്മുടെ കളി നിലവിലുള്ളത് പയങ്ങാടി ഹോൾഡേഴ്സ് എന്നൊരു ടീമിൻ്റെ കയ്യിലാണ്. അപ്പം നിലവിൽ വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം ഒരുമാതിരി എന്താ പറയുക ബ്ലാക്ക് കളറിലേക്ക് വന്ന് ഭയങ്കര ഒരു ഇതായിട്ടുണ്ട്. അപ്പം ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, നമ്മുടെ കാളിയനെ അങ്ങനെ കാണാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കണം സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. അപ്പം മച്ചന്മാരെ, ഇനിയിപ്പം കാളിയൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ കൊമ്പനിൽ വിറ്റുപോയ വണ്ടികളിൽ തിരിച്ചു വരണമെന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന വണ്ടി കാളിയനാണ്. അപ്പം നിങ്ങളുടെ താല്പര്യം കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.